സ്വന്തം ലെവൽ വെച്ച് നോക്കുമ്പോ പണിയായില്ലേ. ഇവിടെ അടിച്ചു പഠിപ്പിക്കൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ സ്വന്തമായിട്ട് കമ്പനിയെ അങ്ങ് തുടങ്ങാം. നല്ലല്ലേ? ഹായ്, എന്റെ പേര് അഞ്ജന. ഹായ്, എന്റെ പേര് ശ്രേയ. ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു. ഞാൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് പഠിച്ചത്. ആൻഡ് സ്മെക്കിൽ ഇപ്പോൾ പൈത്തൺ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് കോഴ്സ് ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ സ്മെക് ത്രൂ എംപയർ IT സൊല്യൂഷനിൽ ജോബ് ചെയ്യും. ഞാനൊരു ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ് ആണ്. അതിനുശേഷം ഞാൻ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് സ്മെക്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്മെക് ത്രൂ എനിക്ക് എംപയർ IT സൊല്യൂഷൻസിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നു. കോളേജ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു ഓട്ടോമോട്ടീവ് കമ്പനിയിൽ പ്ലേസ്ഡ് ആയതാണ്. മാൻഡോ, ചെന്നൈയിലാണ്. അവിടെ പോയിട്ട് 1 year വർക്ക് ചെയ്തു. നമ്മുടെ ഫീൽഡ് അല്ലാത്തതുകൊണ്ട് സെറ്റ് ആവുന്നില്ല. അപ്പൊ എന്റെ ഫ്രണ്ട് ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. സോ അവൾക്ക് ഇവിടെ നിന്ന് പ്ലേസ്മെന്റ് കിട്ടി. ഇപ്പൊ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അവള് വഴി നമ്മൾ 2-3 ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ട് ചേർന്നു. പ്ലേസ്ഡ് ആയിരുന്നു. പക്ഷേ ഇപ്പം അല്ലാണ്ട് നമ്മൾ ഓഫ്ലൈനായിട്ട് പ്ലേസ്മെന്റ്സിലൊക്കെ പോകുന്ന സമയത്ത് സ്കിൽസ് ഉണ്ടായിരുന്നില്ല. കോളേജ് ത്രൂ ആണെങ്കിലും എനിക്ക് അത്രയും സ്കിൽസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിരുന്നു ഞാനൊരു കോഴ്സ് നോക്കാം എന്ന് പറഞ്ഞ് നോക്കിയത്. അങ്ങനെയാണ് സ്മെക്ക് അറിഞ്ഞത്. പിന്നെ വീടിന്റെ അടുത്തുമാണ്. ഞാനിപ്പോ ഇവിടെ തന്നെയാണ്. അപ്പൊ ഇവിടുന്ന് എനിക്ക് അധികം ഡിസ്റ്റൻസ് ഒന്നും ഇല്ല. കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് പ്രോഗ്രാമിംഗ് ഒന്നും ഒരു വസ്തു ആയിരിക്കും അറിയില്ല എന്ന് പറഞ്ഞാൽ സത്യം. ഒരു പ്രോഗ്രാം എഴുതാൻ ചോദിച്ചാൽ പോലും നമുക്കറിയില്ല. നമ്മൾ പ്രാക്ടിക്കലായിട്ട് അങ്ങനെ വലിയ പ്രോഗ്രാം ഒന്നും ചെയ്യലില്ല. ലാബ് ഉണ്ട്, അങ്ങനെയൊന്നുമില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് സിസ്റ്റത്തിൽ ഇരുന്ന് വർക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്യുന്നത്, പ്രൊജക്റ്റും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഒരു ബേസിങ്കിലും കിട്ടുന്നു. ഞാനിപ്പോൾ ബിടെക്കിൽ പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പായിട്ടും മിനി പ്രൊജക്ട്, മേജർ പ്രൊജക്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെപ്പറ്റി ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല പ്രൊജക്ട്. ഞങ്ങൾ കുറെ സീനിയേഴ്സും അല്ലാണ്ടുള്ള ഹെൽപ്പോടെ ആയിരുന്നു ആ പ്രൊജക്ട്സ് ഒക്കെ ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് സ്മെക്കിലേക്ക് വന്നപ്പോഴാണ് ഒരു വെബ്സൈറ്റ് എങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിന്റെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് സ്മെക്കിൽ വന്നതിന് ശേഷമാണ് പഠിച്ചത്. അതിനുശേഷമാണ് ഞാൻ എൻ്റെതായ ഒരു പ്രൊജക്ട് ചെയ്തതും അത് ഹോസ്റ്റ് ഒക്കെ ചെയ്ത്. പ്രൊജക്ട് ചെയ്യുമ്പോൾ ആയാലും നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോയിട്ട് നമ്മൾ സാർമാരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇപ്പം ആരോട് പോയി ചോദിച്ചാലും അവർ ക്ലിയർ ചെയ്ത് തരും. എനിക്കിപ്പോൾ പ്രൊജക്ട് ചെയ്ത സമയത്ത് കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഓരോന്നായിട്ട് ചെയ്യേണ്ടതും. പിന്നെ ഇപ്പോൾ വേർഡ് പ്രസ് ആണെങ്കിലും ഏത് പ്രൊജക്റ്റ് ആണെങ്കിലും പ്ലേസ്മെന്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വന്ന ടൈമിലും ഒരുപാട് ആൾക്ക് പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കണ്ടപ്പം അതുപോലെ തന്നെ നമുക്കും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പം നമ്മളൊരു ജോബിന് പോവുകയാണെങ്കിൽ നമ്മുടെ റെസ്യൂമേ ആയിരിക്കും മെയിൻലി അവർ നോക്കണത്. ഞങ്ങൾ പോയ സ്ഥലത്താണെങ്കിലും റെസ്യൂമേന്നായിരുന്നു ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചത്. അതിൽ ഇട്ടേക്കുന്ന സ്കിൽസും അത് റിലേറ്റഡ് ആണ് ക്വസ്റ്റ്യൻസ് വന്നത്. ആ ഒരു റെസ്യൂമേ ബിൽഡ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട്, അതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കോൺഫിഡൻസോടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കുറച്ച് ഹെൽപ്പൊക്കെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയായിരുന്നു. ഒരു ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മളെ മാക്സിമം ട്രിഗർ ചെയ്യാൻ നോക്കും. ഇത് ഉറപ്പാണോ, നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണോ എന്ന് മാക്സിമം ചോദിക്കും. നമ്മൾ പറഞ്ഞ ആൻസറിൽ നമുക്കൊരു ഉറപ്പ് വേണം. അതാണ് ഫസ്റ്റ് വേണ്ടത്. ഇപ്പോൾ ഇൻ്റർവ്യൂസിനെല്ലാം പോയി കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള ഒരു ലെവലാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു 5 വർഷത്തിലാണെങ്കിൽ ഒരു സീനിയർ ഡെവലപ്പർ അത്രയൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു 5 to 10 years ഒരു സീനിയർ പോസ്റ്റ് മതി. കമ്പനി തുടങ്ങാൻ പ്രത്യേകിച്ച് ഐഡിയ ഒന്നുമില്ല. ഇപ്പം എൻ്റെ ജൂനിയേഴ്സ് എവിടെയെങ്കിലും റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ സ്മെക്ക് റെക്കമെൻഡ് ചെയ്യാൻ എന്തായാലും. കാരണം എനിക്കിവിടുന്ന് എൻ്റെ ഒരു ലെവൽ വെച്ചിട്ട് എനിക്ക് ഇവിടുന്ന് ജോലി കിട്ടി. അപ്പോൾ അവർ വന്നാലും എന്തായാലും ജോലി കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബേസ് തൊട്ടിട്ട് അവർ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഇപ്പോൾ കമ്പ്യൂട്ടർ ഫീൽഡ് അല്ലാത്തവർ പോലും വന്നിട്ട് പഠിക്കുന്നുണ്ട്. അവർക്കും പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് തന്നെ എൻ്റെ കൂടെ പഠിച്ച ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഇങ്ങനെ കോഴ്സ്. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്തായിരുന്നു. ഓൾറെഡി 2 പേര് ഇവിടെ ഓൾറെഡി ഇപ്പം ചെയ്യണുണ്ട് പൈത്തൺ ഫുൾ സ്റ്റാക്ക് തന്നെ. അപ്പം ഞാൻ ഇനിയും എൻ്റെ ഫ്രണ്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്മെക്കിനെ റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാരണം എനിക്ക് ഇവിടുന്ന് നല്ല ടീച്ചിങ്സ് ആയാലും കാര്യങ്ങൾ മനസ്സിലാക്കാനും സെൽഫ് ലേണിംഗും ഒക്കെ നല്ലതായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും സ്മെക്കിനെ റെക്കമെൻഡ്